വ്യാപാര യുദ്ധത്തിന്റെ സാഹചര്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയടക്കം എങ്ങനെ ബാധിക്കും, ആഗോള വിപണികളിലെ സ്വാധീനവുമടക്കം എന്തൊക്കെ പ്രതിഫലനങ്ങൾക്ക് ഇടയാക്കുമെന്നത് പരിശോധിക്കാം. വിദഗ്ധരുടെ വിലയിരുത്തലിലേക്കാണ് വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം ചേരും. ട്രംപിൻ്റെ ടാരിഫ്സ് ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള IT ഇൻഡസ്ട്രിയും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും ടാരിഫ് തൊട്ടിട്ടില്ല എന്നാണ് ഒരു വാസം. രണ്ടാമത് പല ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാനെയൊക്കെയാണ് ഭയങ്കരമായി ബാധിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കൻ കാർ മാനുഫാക്ചറിങ് നോക്കിയാൽ, പർച്ചേസസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട, ടൊയോട്ട, മാസ്ഡ, നിസാൻ, മിത്സുബിഷി, സുബാറു തുടങ്ങിയ ജാപ്പനീസ് ബ്രാൻഡുകളാണ് ഏറ്റവും അധികം അവിടെ വിറ്റ് പോകുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാസഞ്ചർ വെഹിക്കിൾസ് അമേരിക്കയിൽ വിൽക്കുന്നത് 0.1% ആണ്. അതുകൊണ്ട് ഇന്ത്യയെ സാരമായി അത് ബാധിക്കില്ല. പക്ഷേ ഓട്ടോമോട്ടീവ് കമ്പോണൻസിൻ്റെ കേസിൽ ഒരു പക്ഷേ ബാധിച്ചേക്കാം. മറ്റ് ഇൻഡസ്ട്രീസും ടെക്സ്റ്റൈൽ, അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസിലൊക്കെ ശരിയാണ് ടാരിഫ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടാരിഫും നമ്മുടെ കമ്പീറ്റിംഗ് രാജ്യങ്ങളുടെ ടാരിഫോട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇന്ത്യക്കൊരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. 26% ടാരിഫ്, 27% ടാരിഫാണ് ഇന്ത്യക്ക് ഇമ്പോസ് ചെയ്തെങ്കിൽ നമ്മുടെ കമ്പീറ്റിംഗ് രാജ്യങ്ങളായിട്ടുള്ള ചൈനയ്ക്ക് 34%, ശ്രീലങ്കയ്ക്ക് 44%, ഇന്തോനേഷ്യക്ക് 32%, അതേപോലെ വിയറ്റ്നാമിന് 47%. അപ്പം നമ്മുടെ കമ്പീറ്റിംഗ് രാജ്യങ്ങളായ ബംഗ്ലാദേശ് ഉൾപ്പെടെ 37%, ഇവർക്കെല്ലാം വലിയ ടാരിഫ് ഉള്ളപ്പം ഇന്ത്യയെ സാരമായ രീതിയിൽ അത് ബാധിക്കില്ല, അല്ലെങ്കിൽ അവരെ എഫക്റ്റ് ചെയ്യുന്ന പോലെ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയാം. ഇനിയുള്ള ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഒരു ടാരിഫ് ട്രംപ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലതവണ നെഗോഷിയേഷൻ ടാക്ടിക്കായിട്ട് ട്രംപ് ഇൻഡിവിജ്വലി രാജ്യങ്ങൾക്ക് മേൽ ഇത്തരം ടാരിഫ് അടിച്ച് നോക്കിയപ്പോഴൊക്കെ അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഉണ്ടായി. ഉദാഹരണമായി 2018 ഇന്ത്യയോട് പറഞ്ഞു, ഹാർലി ഡേവിഡ്സൺ നിങ്ങൾ 75% ടാക്സാണ് ഇമ്പോസ് ചെയ്യുന്നതെന്ന് പലതവണ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ നരേന്ദ്രമോദി അത് 50% ആയിട്ട് അന്ന് തന്നെ ഒരു മാസം തികയാതെ 50% കുറച്ചു. ഇതേപോലെ 2025 അദ്ദേഹം പവറിൽ വന്നപ്പോൾ ബർബൺ വിസ്കിക്ക് നിങ്ങൾ 150% ടാരിഫ് ചാർജ് ചെയ്യുന്നത്, ഞങ്ങൾ അതുപോലെ തിരിച്ചു ചെയ്താലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും 150% ടാക്സ് ആയിരുന്നു വിസ്കി 100%ലോട്ട് താന്നു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെഗോഷിയേഷൻ ടാക്ടിക് ഇന്ത്യക്ക് മേലും മെക്സിക്കോയ്ക്ക് മേലും ഒക്കെ അടിച്ചതുപോലെ ഗ്ലോബൽ സ്കെയിലിൽ ട്രേഡ് ഡെഫിസിറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും മേലും ഒരു നെഗോഷിയേഷൻ ടാക്ടിക്ക് കളിച്ചു നോക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞാൽ ജപ്പാൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു. ജപ്പാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അമേരിക്കയുമായിട്ട് നെഗോഷിയേഷൻ ടേബിളിൽ ചെന്ന് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റ് എത്തിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനി റിറ്റാലിയേറ്ററി ടാരിഫ്സിൻ്റെ കേസ് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നെഗോഷിയേഷൻ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, പക്ഷേ അത് വർക്കൗട്ട് ആയില്ല എങ്കിൽ പല രാജ്യങ്ങളും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഇങ്ങോട്ട് 20% വെച്ചെങ്കിൽ അങ്ങോട്ടും 20% എക്സ്ട്രാ വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ഗ്ലോബലി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് സപ്ലൈ ചെയിനെ അത് ബാധിക്കും. കാരണം ഇന്ത്യയിൽ തന്നെ അല്ല, അമേരിക്കയിലെ ഫോർഡ് കമ്പനി തന്നെ എടുക്കാം. ഫോർഡ് കമ്പനിയുടെ കാർ ഉണ്ടാക്കുന്നത് മൊത്തമായിട്ട് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന കാറല്ല. അതിൻ്റെ ടയർ വരുന്നത് ഒരുപക്ഷെ കൊറിയയിൽ നിന്നായിരിക്കും, അലോയ് വീൽ വരുന്നത് മെക്സിക്കോയിൽ നിന്നായിരിക്കും, സെമി കണ്ടക്ടർ ചിപ്പുകൾ വരുന്നത് തായ്വാനിൽ നിന്നായിരിക്കും, ഷാഫ്റ്റ് അസംബ്ലി വരുന്നത് കാനഡയിൽ നിന്നായിരിക്കും. അങ്ങനെ പല കമ്പോണൻസ് പല രാജ്യത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലോബൽ ട്രേഡ് വാറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സപ്ലൈ ചെയിൻസിനെല്ലാം ഡിസ്റപ്റ്റ് ചെയ്യും. ഓയിൽ പോലെ, ഇപ്പോൾ അമേരിക്ക ഓയിലിൻ്റെ എക്സ്പോർട്ടറാണ്. ഇപ്പോൾ ഓയിൽ പോലുള്ള വിലപ്പെട്ട എന്നാൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് മേൽ ടാരിഫ് മറ്റ് രാജ്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു ഇൻഫ്ലേഷണറി ട്രെൻഡ് ഗ്ലോബലി സൃഷ്ടിക്കാം. എന്നാൽ ഇതിനൊരു അവസരമായിട്ട് വേണമെങ്കിൽ കാണാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അമേരിക്ക പുറത്ത് കൊടുക്കുന്നുണ്ട്. അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ പ്രോഡക്റ്റോ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റോ വേണ്ട എന്നൊരു രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു അവസരമാണ്. നമുക്ക് അവിടെ മുന്നോട്ട് ചെന്നിട്ട് പറയാം, ഞങ്ങളുടെ പ്രോഡക്ട്സ് നിങ്ങൾ മേടിച്ചോളൂ, അമേരിക്കയുടെ വിട്ടേക്ക് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് വശമുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ലെവറേജ് ചെയ്യാനും പറ്റും.